ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിച്ചിട്ട് നമ്മുടെ ആലപ്പുഴ കയർ കോർപ്പറേഷൻ്റെ ഓപ്പോസിറ്റ് വരെ ഒന്ന് പോയതാണ്. വെറുതെ സോളോ ട്രിപ്പൊന്നും അല്ല കേട്ടോ, വെറുതെ കുറച്ച് നേരം ഇരിക്കാൻ ഓർത്ത് പോയതാണ്. അപ്പോൾ നമ്മൾ പണ്ട് ഇവിടെ പോയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 8 മാസത്തോളം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ. പക്ഷേ ഞാനും അത് ഇന്ന് പോയപ്പോഴാണ് അറിയുന്നത്. ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിക്കൊണ്ടിരുന്നതൊക്കെ ആയിരുന്നു നേരത്തെ കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊക്കെ പോയി എവിടെയെങ്കിലും ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കുറേ സമയമൊക്കെ വെറുതെ എവിടെയെങ്കിലും പോയി ഇരുന്ന് ഒരു റിലാക്സേഷന് വേണ്ടി പോയിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പോയി ഇരിക്കാമെന്ന് തോന്നിയൊരു സ്ഥലമാണിത്. അതുകൊണ്ടാണ് രാവിലെ ഞാനിവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസിൽ ഇതുപോലെ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നത് അവിടെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പക്ഷേ അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ, കുറച്ച് എന്തോ പെയിൻറ്റിങ് പോലെയോ ശില്പമൊക്കെ പോലെ ചെയ്തിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും ആലപ്പുഴ തന്നെ കാണണം. ഒട്ടും മിസ്സായി പോകാൻ പാടില്ലാത്തൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. അവിടെയാണെങ്കിലോ നഗരസഭയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജമന്തി കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിട്ട് അവരത് വെച്ച് പിടിപ്പിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പീസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള ആംബിയൻസിലൊക്കെ വന്ന് കുറേ നേരം ഇരിക്കാനായിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ആ ബന്ദി കൃഷി ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ നേരെ നടന്ന് ആ ശില്പം കൊത്തിവെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ അത് കണ്ടില്ല. പക്ഷേ റോഡിൽ നിന്ന് അതിന് സൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വണ്ടി വെച്ചതുകൊണ്ടാണ് അത് കാണാൻ പറ്റുന്നത്. നമ്മൾ അങ്ങേ അറ്റത്തുനിന്ന് നടന്നാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമുക്കതിന് അടുത്ത് എത്താനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഭംഗിയിൽ അവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഈ ബന്ദി എന്നൊക്കെ ആൾക്കാർ ഈ പൂവൊക്കെ പറിച്ച് കളയുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതിൻ്റെ ഒരു ഭംഗി അവിടെ തന്നെ നിർത്താനായിട്ട് വന്ന് കാണുന്നവരാണെങ്കിലും വന്നിരിക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കണം. എല്ലാവരും ഒരുപോലെ മനസ്സ് വെച്ചാലല്ലേ ഒരു സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഈ ഒരു കല്ലൊക്കെ കിട്ടിയിരിക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് നമുക്ക് ആരും സംസാരിക്കാനാണെങ്കിലും കുറച്ച് നേരം വന്നിരിക്കാനാണെങ്കിലും ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ശില്പമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യം മുതലേ. ഇത് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഇവിടം വരെ ഇന്ന് രാവിലെ വന്നതും ഇതിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കാനായിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഒരു ചുണ്ടൻ വെള്ളമൊക്കെ ഇങ്ങനെ ഒരുപാട് പേരിരുന്ന് തുഴയുന്നത് പോലെയും ആർപ്പ് വിളിക്കുന്നതും പാട്ട് പാടുന്നതും തോർത്ത് ഇങ്ങനെ കറക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് പേര് നിൽക്കുന്ന പോലത്തെ ഒരു ഭയങ്കര ഒരു എഫേർട്ട് എടുത്തൊരു വെള്ളം തുഴയുന്ന പോലത്തെ ഒരു പിക്ചർ. അപ്പം നമുക്കൊരു പാസ് എടുക്കാതെ ഒരു സേവ് ദ ഡേറ്റോ ഫോട്ടോഷൂട്ടോ കാര്യങ്ങൾക്കൊക്കെ ഈ സ്ഥലം നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇങ്ങനെ ഡയറക്റ്റായിട്ടൊരു എൻട്രൻസ് അതിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. നഗരസഭയുടെ ബോർഡൊക്കെ വെച്ചിട്ട് ഇതുപോലെ പടമൊക്കെ വരച്ച് വെച്ചിട്ട് അതിലിറങ്ങാനായിട്ടൊരു വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി വണ്ടി വെച്ച് അതിലിറങ്ങിയത്. നിങ്ങൾക്ക് കാണാം എൻ്റെ വണ്ടി അവിടെ നിന്ന് കുറച്ച് ദൂരെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.